ഒരു മുഖം കൂടി സിനിമയ്ക്കുണ്ട്. രാപകൽ അധ്വാനിച്ച് ഇത് ഉപജീവനമാക്കുന്ന ജീവിതങ്ങൾ, അവരുടെ ജീവഗന്ധിയായ കഥയാണ് വീണ്ടും കുമാരസംഭവം. റോച്ചസ്റ്റർ മലയാളി അസോസിയേഷൻ സഹൃദയർക്കായി സവിനയം സമർപ്പിക്കുന്ന ഓണക്കാഴ്ച വീണ്ടും കുമാരസംഭവം. ഈ ചെക്ക എവിടെ പോയി തൊലഞ്ഞോ? എന്തൊക്കെയാ വർത്തമാനം? ബിസിനസ് ഒക്കെ എങ്ങനെ? എന്തിടത്തും പറയാനാ എന്റെ മാഷേ. ഈ ഇബിലിസ് പിടിച്ച ചെക്കൻ പാലിന് പോയിട്ട് മണിക്കൂർ ഒന്നായി. ഇനി ഓന്റെ അഡ്രസ് ഇല്ല. അത് ശരി. എന്നാ പിന്നെ ഒരു കട്ടച്ചായ എടുത്തോളൂ. രാവിലെ ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാഞ്ഞാലെങ്ങനെ? എന്താ മൊയ്തുക്ക, ലോഡ്ജിലേക്ക് ഒരു മിനുക്കം കോള് കിട്ടിയോ? അത് നിങ്ങൾ അറിഞ്ഞില്ലേ? നമ്മുടെ ചെട്ടിക്കാരൻ നമ്പ്യാരെ സിനിമ പഠിക്കണം. ഒരു മാസത്തേക്ക് അയാള് നമ്മുടെ ലോഡ്ജ് വാടക എടുത്തിരിക്കുകയാണ്. ഇന്ന് അവിടെ അതിന്റെ അഡീഷനാണ്. ഓ, ഓഡിഷൻ. ആ എന്ത് കുന്തോ, ദാ ഇരിക്കുന്നതാണ് ക്യാമറമാൻ. യോ ക്യാമറാമാൻ അല്ലേ? ക്യാമറാമാൻ ഞാൻ ദാ കുംഭകോണം കണ്ടപ്പോ ഇവിടെ നമുക്ക് വന്നു അത് വേണം. നേരും ബഹളമായിട്ട് അവിടെ വലിയ ആഘോഷം ലാഭം വന്നാൽ 8 മണിക്ക് മുമ്പാണെങ്കിൽ എന്നെ വിളിക്കാം. അത് കഴിഞ്ഞാണെങ്കിൽ എന്നെ വിളിച്ച് ശല്യം ചെയ്തെന്ന് പറഞ്ഞു. അതെ, കാര്യം പറയണം. മതി ഓറാക്കി ചളമാക്കല്ലേ. ശരി. മാഷേ നമസ്കാരം. മൊയ്തുക്ക തള അമ്മച്ചിയാണ് കണ്ടില്ലേ? കാരണം നിന്നോട് ഞാൻ രാവിലെ ചിട്ടി പിടിക്കാൻ പോകാൻ പറഞ്ഞത് എന്തിനിടെ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്? ஐயா, அது நான் கேமராமேன். நீங்க சொன்னது மறந்தீங்களா? எனக்கு சின்ன வயசுல இருந்தே ஆசை படம் பிடிக்கிறது. எனக்கு காசெல்லாம் தேவையில்லைங்க, சான்ஸ் மட்டும் போதும். ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ പോരെ ക്യാമറ. അപ്പൊ ഞാൻ അതിനെ വിളിക്കാം. തൽക്കാലം നീ ചെന്ന് ചിട്ടി ഓ ടെൻഷൻ ടെൻഷൻ. നമ്മള് ലോഡ്ജൊക്കെ ജോറാക്കിയിട്ടുണ്ട്. അടിപൊളി. നമ്പ്യാരെ ഈയിടെയായി കാണാനില്ലല്ലോ. എന്റെ മാഷെ ഒന്നും പറയണ്ട. റെക്കോർഡ് ടെക്നിക്കൽ പീപ്പിൾ ഫോർ ദ മൂവി എന്ന് പറഞ്ഞാല് കഥ, സംവിധാനം തുടങ്ങിയ കാര്യങ്ങൾ ആരാണ് ചെയ്യുന്നത്? അതോ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം എല്ലാം എന്റെ മുതലാളികളുണ്ട്. അതേ നമ്പ്യാരെ, നല്ല റോളുകൾ വന്നതുകൊണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഞാനും ഒരു കലാപ്രതിമയായിരുന്നു പഠിച്ചിരുന്ന കാലത്ത്. In 1925 എന്തേ ആ വർഷം ഏതാനും മത്സരത്തിൽ പങ്കെടുത്തില്ലേ? മാഷിന് ഞാനൊരു ഉളപ്പൻ ക്യാരക്ടറോട് തന്നിരിക്കും. സാവു ഓഡിഷൻ തന്നെയാണ്. പത്രത്തിൽ നല്ല അടിപൊളി പരസ്യം കൊടുത്തിട്ടില്ലേ? അത് പിന്നെ മുതലാളി മനോരമ, മംഗളം, മാതൃഭൂമി, ദേശാഭിമാനി തുടങ്ങിയ പത്രങ്ങളിലൊന്നും പരസ്യം കൊടുത്തിട്ടില്ല. പിന്നെ നീ ഏത് പത്രത്തിലാണ് പരസ്യം കൊടുത്തത്? തീപ്പന്ത, വെടിയുണ്ട, പടക്കം, പിച്ച ഇതൊക്കെ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മഞ്ഞ പത്രങ്ങളല്ലേ? പടച്ചോനെ, ഇപ്പൊ ഇതൊക്കെയല്ലേ മനുഷ്യന്മാര് വായിക്കുന്നത്. അതൊക്കെ പോട്ടെ, ആൾക്കാർ റെഡിയല്ലേ? എങ്കിലും ഓഡിഷൻ തുടങ്ങാം. ആരെപ്പോഴേ റെഡി? മുതുക ലോഡ്ജിന്റെ താക്കോൽ. എടേ, ഇവിടെ നല്ല വെട്ടവും വെളിച്ചവും ഉണ്ടല്ലോ. ഉള്ളത് കൊണ്ട് ഓണം പോകും. ഇവിടെ തന്നെ നമുക്ക് ഓഡിഷൻ നടത്തിക്കളയാം. എന്താ മാഷേ? അത് ശരിയാ മൊയ്തുക്ക, നമുക്ക് ഇവരുടെ പരിപാടിയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. ഞമ്മൾ കബൂർ. സാവു മാഷേ, ഈ കസേര ഒന്ന് പിടിച്ചോളി.
ചേർത്തല ചാത്തപ്പൻ. ചാത്തപ്പൻ വരൂ. ഡാൻസ് കൊള്ളാം. എന്താ താളം, എന്താ മെയ്വഴക്കം. ഇവനാള് പുലിയാണ് കേട്ടാ. സത്യം മുതലാളി, ഞാനും വിചാരിച്ചു പോയി. സാക്ഷാൽ സീമ ചേച്ചി നിക്കറിട്ട് വന്ന അതവിടെ നിൽക്കട്ടെ. നിന്റെ ഡയലോഗ് ഡെലിവറി അതിലാണ് കാര്യം. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഇമേജ്, സങ്കല്പിക്കും നിന്റെ ഭാര്യ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി. അതിനോടുള്ള നിന്റെ പ്രതികരണം, നിന്റെ വികാരം തോന്നുന്ന ഡയലോഗ്, അതാണ് അത് വേണം. Mr. Joseph Black, it is the case of soda case, suitcase and briefcase. Opia Rosia Shivas, Tusker, another touching of pachar and pickles. കട്ട് ചാത്തപ്പ, നീ നിർത്ത്, ഇറങ്ങി പോടേ, ഇത് ശരിയാവില്ല. മുതലാളി വന്ന് കേട്ടില്ലേ? ഇറങ്ങി പോടേ. അടുത്തന്നെ വിളിക്കും. കൂട്ടായ പക്ഷേ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടാ. ഇത് ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഓഡിഷൻ കാണുന്നത്. കേരളം തന്നെ. എന്റെ പടച്ചോനെ, എന്താ ഓന്റെ ഒരു ഡാൻസ്. നോക്കി നിൽക്കാതെ അടുത്ത ആളെ വിളിക്കും. എടോ, ലേഡീസ് ആയിക്കോട്ടെ, നായിക നാക്ക്. കള്ളൻ ചിരി കണ്ടില്ലേ? ഇനി ഞാൻ പാർവതി വിളിക്കാം. പാർവതി, പാറു. ഇല്ല മോളെ, ഇജ്ജ് കേറി വാ. വന്നിവിടെ കുത്തിരിക്കേ. കുട്ടി, നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ ഒന്ന് അനുഭവിച്ചു കാണിക്കും. കുട്ടിയുടെ ടൈപ്പ് സിറ്റി ആണോ വില്ലേജ് ആണോ? മിഡിൽ മിഡിൽ. ഡയലോഗ് ഷോർട്ട് വേണോ ലോങ് വേണോ? ഷോർട്ട് മതി. തറ വേണോ ഡീസന്റ് വേണോ? ഡീസന്റ്. ഓളൊരു നാണക്കാരിയാണ് മാഷേ. എന്തിനിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇവിടെ ശരിയാവില്ല, പറഞ്ഞു വിട്ടേ. உனக்கு எவ்வளவு தயவு இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப. இன்னைக்கு இந்த கஷ்டமே உன்னை நான் கொண்டு ஒரு ரத்தத்தை குடிச்சு வாக்காள நடந்து விடுவேன். വട്ടാണല്ലേ എന്റെ ചെലക്കിളി ചെല്ല്. മാമ മുട്ടായി കഴിച്ചത്. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ഒന്നായിട്ട് ചെയ്യും. അടുത്താരെ വിളിക്കും. Hot and award-winning performance. ഞാൻ രോമാഞ്ചം കൊണ്ടുപോയി. മുതലാളി, ഇനി വരുന്നവനാണ് കില്ലാടി. ചില കോടികളുടെ നായകൻ, വല്ലഭനുക്ക് വല്ലഭൻ, രാജാതിരാജ വീര കട്ടബൊമ്മൻ, രജനി കുമാർ. മെഡിക്കൽ കോളേജ് അടുത്ത ദിവസമല്ലേ? ഈ മുതലാളിക്ക് ആളില്ല. ഇതാണ് രജനി കുമാർ. ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടൊന്നും കാര്യമാകണ്ട. കുത്തിയിട്ട് പെയിന്റ് അടിച്ച് നിവർത്തിയെടുത്ത ആശാ മുതലാളി കാശ് ജന ഇപ്പോഴേ ടിക്കറ്റ് മേടിക്കും. എന്തിനിടയിൽ ഇതിന്റെ തലയിൽ രോമം വച്ചു പിടിപ്പിച്ച് ഇതിനെ നിവർത്തി വെളുപ്പിച്ച് 60 വയസ്സ് കുറയ്ക്കുമ്പോഴേ സിനിമയുടെ പട്ടിയത്തിൽ നടക്കുന്ന കാര്യം എന്തെന്ന് പറയാം. മുതലാളി, ഇത് പറയുക ഞാൻ ഒരു തളം സ്വന്ന 100 തളം സ്വന്തമാണ്. തള്ളയാണ് നിന്നെ ഞാൻ തളർന്നതിന് മുമ്പ് എടുത്തോണ്ട് പോടേ. தேவையில்லாம கலாச்சிருக்காங்க. Unbelievable. The
അത് സത്യം. കളി എന്തിനിടെ അവിടെ ഒരു ബഹളം? അത് നമ്മുടെ കിടാളക്കല്ലേ, അവനും ഒരു ചാൻസ് വേണമെന്ന് തോന്നുന്നു. പഠിച്ചോനെ മുതലാളി ആ കലിപ്പായി നമ്മുടെ കിടാളക്ക് വലിയ ഉറക്കാണ്. അവനെ ഓഡിഷൻ ചെയ്യണമെന്ന് കിടാപ്പിള്ളാക്ക. അത് കിടാളക്ക് ഒരിക്കലും അറിയില്ല. കാരണം ഫുൾ ടൈം ഒരു ചാൻസ് കൊടുത്തേക്കാം. ഇല്ലേ കലിപ്പാ മുതലാളി. എന്നാ വിളിച്ച് തുലക്കി കേറി അലമ്പ കേട്ടാ. മൊയ്തുക ഓണത്തിന് രാവിലെ ഷാപ്പിന് മുമ്പിൽ ഇത്രയും വലിയ കിഴിയായിരുന്നു. കുട്ടായ പക്ഷേ ഈ ഭാഷണം എനിക്ക് വലിയ ഇഷ്ടമല്ല. ആ എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ 5 വർഷം തുടർച്ചയായി നീ എന്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ചത്. ഒരു സൂപ്പർ സ്റ്റാർ ആയ ഈ ഉൾപ്ലാഷൻ നിങ്ങൾ ആരെയും മറക്കില്ല കേട്ടോ. എന്റെ മോനെ ഇജ്ജക്ക് സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും ഓർമ്മയില്ല, പിന്നല്ലേ നമ്മളെയൊക്കെ. അവനൊരു സിറ്റുവേഷൻ കൊടുക്കും. അതെ, ഞാൻ നിനക്കൊരു സിറ്റുവേഷൻ തരോ എങ്കിൽ പോട്ടെ. ഇമേജ് ചെയ്യണം, അതായത് സങ്കല്പിക്കണം. ഓ സങ്കല്പിക്കുക. നിന്റെ ഭാഗ്യം ഒരുത്തന്നെ ഒരു ഒളിച്ചോടിപ്പോയി. അതറിയുമ്പോഴുള്ള നിന്റെ പ്രതികരണം ഒന്ന് അഭിനയിച്ച് കാണിക്കണം. ഇത് ഉൾപ്ലാഷനിലൂടെ കണ്ടാണ്. നീ വീട് തുറക്കുന്നു, മേശപ്പുറത്ത് ഭാര്യയുടെ കത്തിരിക്കുന്നു, നീ അതെടുക്കുന്നു, വായിക്കുന്നു. ഞാനൊരു ചുക്കോളം ഇങ്ങനെയാണ് വാതിൽ തുറക്കുന്നത്. പ്രിയപ്പെട്ട എന്റെ ഉൾപ്ലാഷനാ, കാലമാടാ, നിന്റെ കൂടെയുള്ള കുറവ് എനിക്ക് മടുത്തടാ. ഞാൻ അയൽവക്കത്തെ കുട്ടനുമായി ഒളിച്ചോടുന്നു. ഇതുവരെ സൂപ്പർ. ഇവിടെയാണ് മോനെ കഴിവ് കാണിക്കുന്നത്. അപ്പൊ അവളെ കുടുംബ കൂടെ പോയി അല്ലേ? എല്ലാം നശിപ്പിച്ചു. ഇതൊന്നും ശരിയാണ്. ചുമ്മാ കൊതിപ്പിച്ചു കിടങ്ങളുണ്ടാ. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഒന്ന് പോയിട്ട് പ്ലീസ്, ഞാൻ കാര്യം പിടിക്കാം. വാടേ വഴി കൈ കൊടുക്കണം. എനിക്ക് വഴിയെടുക്കാൻ കേട്ടോ. തവയെ കലിപ്പ് തീരുന്നില്ല. ഈ ഓഡിഷൻ ഞാൻ ക്യാൻസൽ ചെയ്തു. ഇത് ശരിയാകില്ല. മുതലാളി, നമ്മളൊരു തീരുമാനം എടുത്തേ പറ്റൂ. എനിക്കറിയാമായിട്ട് ഇങ്ങനെ വരും. മുതലാളി, കാശ് മുടക്കാതെ കാര്യം നീ പറഞ്ഞു തരുന്നത് നമുക്ക് പുതുമുഖങ്ങളെ വിടാം. നായകനെയും നായികയും നമുക്ക് കാശ് മുടക്കി കൊണ്ടുവരാം. അയ്യടാ, അവന്റെ ഒരു ആവേശം കണ്ടില്ല. അതെ, കാശ് എന്റെ കയ്യിൽ നിന്നാണ് പോണം. അവൻ പറയട്ടെ നദിയാനെ. ചുരുങ്ങിയ നായികയും നായകനെയും നമുക്ക് കണ്ടുപിടിക്കാം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഉയർന്നു വരുന്ന 2 താരങ്ങളുടെ ഡേറ്റിംഗ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അത് റെഡിയുമാണ്. ഈ പേര് പറയണേ. കുമ്മലം കുമാരി അഥവാ കുക്കു. പഠിച്ചോനെ, ഓളെ ഞമ്മക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? നമ്മൾ എന്തായി കേൾക്കണത്? Yes, she has very beautiful eyes. അപ്പോ നായകൻ മുതലാളി, അത് പിന്നെ രാജപ്പൻ. രാജപ്പന അവന്റെ പാട്ട് കക്കൂസിൽ നിന്ന് പാടിയവൻ അവന്റെ അമ്മച്ചി കോടതിയിൽ. അവനെ ഒന്ന് നോക്കി ചിരിച്ചാൽ അവന്റെ അമ്മ കേസ് കൊടുക്കും. അത് വേണം. മുതലാളി, പണം നമുക്ക് ഇറ്റാക്കണ്ടേ? പോരാത്തതിന് എന്നെ പോലെയുള്ള നാടകങ്ങളുണ്ടല്ലോ. ഈ വരുന്ന 25-ാം തീയതി ലക്ഷ്മി മുഹൂർത്തം ഊച്ചമാർന്ന പാറയുടെ മനോഹരമായ ലൊക്കേഷനിൽ നമ്മൾ ഷൂട്ടിംഗ് ആരംഭിക്കും. നിങ്ങളുടെ കടയുടെ മൊബൈൽ വെച്ചതും കൂടെ കൂട്ടാം. പോണ്ടയോ അല്ലെങ്കിൽ നമുക്ക് വിറ്റ് തീർക്കും ചെയ്യാം. If there is a will, there is a way.